ശരി ശരി. അവർ മന്ത്രിയാക്കാന്ന് പറയുമ്പം അവർ മിനിമം ഒരു ബോധം വേണം. അവർ സംസാരിക്കുന്നത് കേരളത്തിലാണ്, കേരളത്തിലെ ഒരു MLA സംസാരിക്കുന്നുള്ള ബോധം അവർക്ക് ഉണ്ടാവണം. കാരണം ഒരു മന്ത്രിസഭാ പുനഃസംഘടന കഴിഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ വന്ന് മന്ത്രിയാക്കാന്നൊക്കെ പറഞ്ഞ ഒരു എന്താ പറയാ, അവരുദ്ദേശിച്ചത് എല്ലാ ആളുകളെയും പറ്റിക്കുന്ന പോലെ നമ്മുടെ ആളുകളെയും കേരളത്തിലുള്ള ആളുകളെയൊക്കെ പറ്റിക്കാം എന്നുള്ളതാണ്. സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഇത്തരം ഫ്രോഡിൽ വീണു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ആളുകൾ നിർബന്ധമായിട്ട് നിയമത്തിന്റെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പരാതി കൊടുത്തത്. അതിങ്ങനെ മീഡിയാസിന്റെ മുന്നിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല. എന്താണ് വിചാരിക്കുന്നത്? മലയാളികളാണോ അതോ വേറെ ഉത്തരേന്ത്യ കേരളത്തിലും ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് മലയാളീസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പോലീസ് പരാതി കൊടുത്ത സ്വാഭാവികമായിട്ടും എന്താണോ നിയമ നടപടി ഉണ്ടാവുക ആ രീതിയിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണന്റെ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഈ പ്രതികരണത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എന്തായിരുന്നു ഇതിനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, മന്ത്രിസഭയിൽ അംഗമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണൻ ഒരു വ്യാജ ഫോൺ കോൾ വരികയാണ്. സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടന അത് ഉടൻ വരുമെന്നും 3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാമെന്നുമാണ് വ്യാജ ഫോൺ കോൾ വന്നത്. വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞാണ് ഈ ഫോൺ വിളി MLAക്ക് എത്തുന്നത്. വിദ്യയുടെ പരാതിയിൽ കോഴിക്കോട് സൈബർ സെൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ MLAയുടെ പ്രതികരണം നമ്മൾ കേട്ടു. മുബാറക്ക് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. മുബാറക്കെ, ഇലത്തൂർ MLAയുടെ പരാതി ഗൗരവതരമാണ്. അതും ഇപ്പം കേരളത്തിലൊക്കെ ഒരു MLAക്ക് ജോലി വാഗ്ദാനം ചെയ്തും അതും മന്ത്രിസഭയിൽ അംഗമാക്കാമെന്നൊക്കെ പറഞ്ഞ് കോടികൾ വാഗ്ദാനം ചെയ്തൊരു ഫോൺ കോൾ എത്തുകയാണ്. പരാതി ഗൗരവതരമാണ്. എങ്ങനെയാണ് ഈ സംഭവം മുഴുവൻ എങ്ങനെ നമ്മൾ വിലയിരുത്തണം? ഒപ്പം തന്നെ പോലീസ് നടപടി എങ്ങനെയാണ്? സേതു, ജൂലൈ 6-നാണ് ഇത്തരത്തിലൊരു ഫോൺ കോൾ വന്നത് എന്നുള്ളതാണ്. അതായത് എലത്തൂർ MLA ആയിട്ടുള്ള വിദ്യാ ബാലകൃഷ്ണനെ ലക്ഷ്യമിട്ടായിരുന്നു ഇത്തരത്തിലൊരു ഫോൺ കോൾ. അതായത് സംസ്ഥാനത്ത് ഉടൻ തന്നെ മന്ത്രിസഭാ പുനഃസംഘടന വരുമെന്നും 3 കോടി രൂപ നൽകുകയാണെങ്കിൽ മന്ത്രിസ്ഥാനം ഉറപ്പാക്കാമെന്നുമായിരുന്നു ഈ ഫോൺ വിളിയിലൂടെ ഈ വിദ്യാ ബാലകൃഷ്ണൻ MLAക്ക് നൽകിയ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്. ജൂലൈ 6-നാണ് MLAക്ക് കോൾ വരുന്നത്. ഇംഗ്ലീഷിലായിരുന്നു ഇങ്ങനൊരു സംസാരം. ഇത് വയനാട് MPയുടെ ഓഫീസിൽ നിന്ന്, അതായത് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. രാജ്കുമാർ എന്നാണ് വിളിക്കുന്നയാളുടെ പേരെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടായിരുന്നു സംസാരം. പിന്നീട് ഈ സംസാരം നീളുന്ന സാഹചര്യത്തിൽ ഇതിൽ ഒരു അസ്വാഭാവിക അല്ലെങ്കിൽ ഒരു വ്യാജ ഫോൺ കോള് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യ ഇത് സംശയിക്കുകയും പിന്നീട് AICCയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു നീക്കം നടന്നിട്ടില്ല, ഇത് വ്യാജ കോളാണെന്ന് മനസ്സിലാകുന്നത്. തുടർന്ന് കോഴിക്കോട് സൈബർ സെല്ലിൽ പരാതി നൽകുകയായിരുന്നു. അതിനുശേഷം സൈബർ സെൽ കേസെടുക്കുകയും അന്വേഷണം നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു വ്യാജ കോൾ വന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണം ഡൽഹിയിലേക്കടക്കം നീങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ വിദ്യാ ബാലകൃഷ്ണൻ MP പ്രതികരിച്ചിട്ടുള്ളത്. ശരി ശരി. മുബാറക്കാണ് വിവരങ്ങൾ നൽകിയത്.